ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങളായി തുടർവള്ളിക്കാവിലെ സന്ധ്യാസമയത്ത് ഉത്സവകാലത്ത് താലപ്പൊലി മഹോത്സവ കാലഘട്ടത്തിലെ ഒരു പ്രഭാഷണം. ഈ ഭക്തി പ്രഭാഷണം എന്തിനാ എല്ലാ വർഷവും വെക്കണേ, അല്ലെങ്കിൽ സത്സംഗം എന്തിനാ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവണേ എന്നതിനെ കുറിച്ച് ആദ്യം പറയാം. സത്സംഗം വയ്ക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിനെ ദീപ്തമാക്കാൻ കഴിയും, മനസ്സിനെ ഉജ്ജ്വലമാക്കാൻ കഴിയും. അതായത് ഓരോ വ്യക്തികൾക്കും ദീപ്തമായ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ സത്സംഗം കൂടിയേ തീരും. അതിനുവേണ്ടിയാണ് വർഷാവർഷങ്ങളിൽ ഇപ്പോൾ സപ്താഹം വയ്ക്കാറുണ്ട്. വർഷവും ഈ കേട്ട തന്നെയാണ് കേൾക്കുന്നത്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? വർഷാവർഷവും അതിനു മുന്നിലെത്തുന്നു. കാരണം നമ്മളെല്ലാം മനുഷ്യരായി പിറന്നു. വെറുതെ ഭക്ഷണം കഴിച്ച് മൃഗങ്ങളെ പോലെ ഉറങ്ങി അങ്ങനെ മരിച്ചു പോകേണ്ടവരല്ല. എന്താ നമ്മളുടെ എല്ലാം ജന്മോദ്ദേശം എന്നുള്ളതാണ് സത്സംഗത്തിൽ നമുക്ക് മനസ്സിലാവുക. നമ്മളെല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട്. ഗീത കർമ്മശാസ്ത്രമാണ്. ജയ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ നിന്റെ കർമ്മരംഗത്ത് ജയിക്കണം എന്നാണ് ഗീത പറയുന്നത്. നമ്മൾ എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ജനിച്ചു, ഈ ജീവിതം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കർമ്മയോഗികളായി കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു. ജ്ഞാനപ്പാന എടുത്തു വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ടാണ് അതിൽ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്ന് പറയുന്നത്. കാരണം എന്നും രാവിലെയാണ് നമ്മൾ സാധാരണക്കാരൻ ജോലിക്ക് പോകും. ഈ ജോലിയുടെ പ്രാരാബ്ധം പറഞ്ഞ് വൈകുന്നേരമായാലോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയോ ഇത്തിരിയെങ്കിലും ആത്മീയത ചെയ്യില്ല, ആത്മീയമായ വിദ്യാഭ്യാസം ഇല്ല. ഇനി മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എല്ലാ മതസ്ഥരും അവരുടെ ആത്മീയതയിൽ ഊന്നിയ ഒരു ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനു വേണ്ടിയാണ് ഈ താലപ്പൊലി മഹോത്സവവും ക്ഷേത്രവും ആചാരവും എല്ലാം. ഹൈന്ദവന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വയസ്സാവട്ടെ, പെൻഷൻ ആവട്ടെ, എന്നിട്ട് ആത്മീയത തുടങ്ങാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹിന്ദു എന്ന് പറയുന്നവർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല? മോക്ഷം ഇല്ല. എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷം കിട്ടുന്നത് ഹൈന്ദവനാണ്. മരണത്തിന് ശേഷം ഉള്ളതാണ് മോക്ഷം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. മരണത്തിന് ശേഷം ഹൈന്ദവൻ ഒന്നും പറയുന്നില്ല. സ്വർഗത്തിനെ കുറിച്ചും പറയുന്നില്ല, നരകത്തിനെ കുറിച്ചും പറയുന്നില്ല. എന്തേ വേണ്ടു? ജ്ഞാനം സാക്ഷാൽ മോക്ഷസ്യ കാരണം. ഹൈന്ദവനെ ചിന്തിച്ചു നോക്കൂ. ഓരോ വീടുകൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു സിനിമ കാണണം എന്ന് ഉദ്ദേശിച്ചാൽ വയസ്സാവട്ടെ എന്ന് വിചാരിക്കില്ല.
നമ്മൾ നേരെ ഒരു ഉല്ലാസയാത്ര പോകണം എന്ന് വിചാരിച്ചാൽ എക്സ്കർഷൻ ടൂറ് എല്ലാവർക്കും ഇഷ്ടമാണ്, വയസ്സാവട്ടെ എന്ന് വിചാരിക്കില്ല. ഒന്നും വേണ്ട, നല്ല ഒരു സദ്യ കഴിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അപ്പോൾ എവിടെയാ പഴയടം എന്ന് അന്വേഷിച്ച് ആ ഹോട്ടൽ വരെയും നമ്മൾ പോകും. അതിന് വയസ്സാവാൻ കാത്തിരിക്കില്ല. ഇവിടെ ഭക്ഷണ സമയത്താണ് തിരക്ക് എന്ന് പറഞ്ഞു. ആരുടെ വീട്ടിലാ ഭക്ഷണം ഇല്ലാത്തത്? ഇത്ര ഒരു പ്രാധാന്യം നമ്മൾ ആത്മീയതയ്ക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത് മാത്രം അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുന്നത്. കാരണം നമുക്ക് എത്രയോ ജന്മങ്ങളുടെ സുഹൃതം വേണം ഇത്തിരിയെങ്കിലും ഒരു ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നണമെങ്കിൽ. ഇപ്പം അമ്പലത്തിൽ വരും, തൊഴുതങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരും പോവും. എന്ത് ചെയ്യില്ല? ഇങ്ങനെ ഒരവസരം കിട്ടിയാൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തില്ല. നമുക്കാണെങ്കിലോ മതപാഠശാലകൾ ഇല്ലതാനും. ഇത്തിരിയെങ്കിലും ബുദ്ധിമുട്ടി കമ്മിറ്റിക്കാരെന്ത് ചെയ്യും? ഒരു മണിക്കൂർ സമയം ഒരു പ്രഭാഷണം കൊടുക്കുക. മഹാഭാവികളെ എന്നാലെങ്കിലും ഇത്തിരി നന്നാവട്ടെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചാൽ അതിനും വരില്ല. അങ്ങനെ ഒരു കാലഘട്ടം. ചില സ്ഥലങ്ങളിൽ നിറയെ തിരക്കുണ്ടാവും കേട്ടോ. ഇത്തിരിയെങ്കിലും നമുക്ക് ആത്മീയമായ ഒരു ഉയർച്ച, ഭഗവതിയുടെ ഒരു കൃപാകടാക്ഷം ഉണ്ടെങ്കിലേ എന്ത് കിട്ടൂ? ജ്ഞാനം കിട്ടും. അതുകൊണ്ടാണ് ജ്ഞാനം സാക്ഷാൽ മോക്ഷസ്യ കാരണം എന്ന് പറഞ്ഞത്. മോക്ഷം കിട്ടാൻ കാരണം എന്താ? ജ്ഞാനം. ഇപ്പോൾ ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്. ഈ വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് അർത്ഥം. അറിവ് നേടണം എങ്കിലേ മോക്ഷം കിട്ടൂ എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ജ്ഞാനം നേടണം എന്ന് പറഞ്ഞത്. ഈ വേദ പുസ്തകം എന്ന് പറയുമ്പോൾ പണ്ട് ഒരുപാട് മുനീശ്വരന്മാർ, മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാർ അവരുടെ ധ്യാനത്തിലൂടെ മനനത്തിലൂടെ എഴുതി വെച്ചതാണ് ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങൾ. വേദവ്യാസ മഹർഷി ആ ഗ്രന്ഥങ്ങളെ, താളിയോലകളെ പകുത്ത് 4 വേദങ്ങൾ സൃഷ്ടിച്ചു. അതാണ് വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്ന് പറയുന്നു. വേദവ്യാസൻ വേദങ്ങളെ വ്യസിച്ചു, പകുത്തതുകൊണ്ട്. ഈ 4 വേദങ്ങളിൽ ആദ്യത്തെ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവാണ് ഈശ്വരൻ, അറിവാണ് ഭക്തി എന്ന് ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ചും വേദം പറയാം. അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ജ്ഞാനം. അപ്പോൾ ജ്ഞാനം കിട്ടിയാലേ എന്തുള്ളൂ? മോക്ഷം ഉള്ളൂ. ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഹൈന്ദവന് അത് സംസ്കൃതം അയ്യോ വയ്യ എന്നുള്ള ഒരു ഭാവം. ഇനി അതിനെ ലളിതമായി കഥകളിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് തൈപ്പൂയ മഹോത്സവം, അതേസമയം ഭഗവതിക്ക് താലപ്പൊലി മഹോത്സവം. എല്ലാ ആചാരങ്ങളും എന്തിനാ? ആത്മീയമായ ഒരു ഉണർവ്, ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ടാ. എങ്കിലേ മനുഷ്യന് ദീപ്തമായ ഒരു മനസ്സ് ഉണ്ടാകും. ഇവിടെ ഭഗവതി ക്ഷേത്രം ആയതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ ഒരു കാര്യം പറഞ്ഞ്, പക്ഷേ ഇന്ന് തൈപ്പൂയ ആയതുകൊണ്ട് ഉമാമഹേശ്വരനെയോ കാർത്തികേയനെയോ ഗണേശനെയോ ചിന്തിക്കാതിരിക്കാനും പറ്റില്ല. തൈപ്പൂയ നാളിൽ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു ഭഗവതിക്ക് മുൻപിൽ ദീപാരാധന തൊഴുത് ഈ ആല് പുറത്ത് വിടുന്ന ആ ഓക്സിജൻ അങ്ങനെ ശ്വസിച്ച് ഇങ്ങനെ വന്നിരുന്ന് ഈശ്വര കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഒരു സുഹൃതം ഇല്ല. വീട്ടിലായ പല ചിന്തകളാവും, അല്ലലും ആവലാതിയും ആയിരിക്കും. അങ്ങനെ ആ ഒരു ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ സുഖം. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? തൊഴുതങ്ങോട്ട് പോയാൽ മതി എന്നുള്ള വരവാ. അല്ലാത്തവര്, ഇത്തിരിയെങ്കിലും അനുഗ്രഹമുള്ളവരെ ഇവിടെ വന്നിരിക്കും. ഇന്ന് തൈപ്പൂയം, ഭഗവതിക്ക് താലപ്പൊലി. ഇവിടെ നാരായണീയ പാരായണം ഉണ്ടായി എന്ന് പറഞ്ഞു. ആദ്യത്തെ വർഷം ഒരു 6-7 വർഷം മുമ്പ് ഇവിടെ പ്രഭാഷണത്തിന് വന്നപ്പോൾ എല്ലാ അമ്മമാരും കൂടിയിരുന്ന് ലളിതാ സഹസ്രനാമം അർച്ചന നടത്തുന്നുണ്ടായിരുന്നു. അതില് ആ ധ്യാനത്തിന്റെ ഭാഗത്ത് നമ്മൾ ലാസ്റ്റ് ഒരു വരി മാത്രം പറയാം. അഹമിത്യേവ ഭാവയേ ഭവാനി. അഹം, ഞാൻ ആരെ ഭാവിക്കുന്നു, ഓർക്കുന്നു. ഹേ ഭവാനിയായ അമ്മേ, അമ്മയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ധ്യാനം അങ്ങോട്ട് കഴിഞ്ഞു തുടങ്ങുമ്പോൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്നൊരു മന്ത്രമുണ്ട്. അതില് ഇച്ഛാശക്തി,
നമുക്ക് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അതിനൊരു ആഗ്രഹം വേണം. ഇപ്പോൾ ഇവിടെ ഭക്തി പ്രഭാഷണം ഉണ്ട്, വന്നാലും അതിനൊരു ആഗ്രഹം, എന്താണ് ഇപ്പം അതെന്നൊന്ന് അറിയണം എന്ന് ആഗ്രഹം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ല. ഇനി ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതിയോ? ഇച്ഛാശക്തി ഉണ്ടായാൽ പോരാ, ജ്ഞാനശക്തി. ഇത്തിരിയെങ്കിലും ആത്മീയമായ അറിവുള്ളവനെ ഒരു പ്രഭാഷണം മനസ്സിലാവും. ഇനി ഇത് പ്രഭാഷണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എന്ത്, എനിക്ക് ഒരു വിമാനം പറപ്പിക്കണം. ഇച്ഛാശക്തി, അതൊരാഗ്രഹം. എല്ലാം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ നടക്കൂ. എന്ത് ചെയ്യണം? ഇച്ഛാശക്തി ഉണ്ടായാൽ മതിയോ? ആഗ്രഹിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? അത് പറപ്പിക്കാൻ അറിയണം. അതാണ് ജ്ഞാനശക്തി. ഇനിയോ അതിന് മുന്നിൽ ചെന്നു അത് ചെയ്യാനുള്ള കഴിവ്, കർമ്മം ചെയ്യണ്ടേ? എവിടൊക്കെ പിടിച്ച് ഞെക്കിയാലോ ഇത് പൊങ്ങി പറക്കുക എന്നറിയില്ലാലോ. അതാണ് എന്ത്? ക്രിയാശക്തി. ഇങ്ങനെ ഒരു മന്ത്രം നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ കാണാം. അതേസമയം ഗണേശ കൗശലം എന്നുള്ള ഒരു കഥയിലൂടെ അറിവ്, ജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പോൾ അറിവിൻ്റെ പ്രാധാന്യം എന്ത്? കാരണം ജ്ഞാനം സാക്ഷാൽ മോക്ഷസ്യ കാരണം. അറിവാണ് മോക്ഷത്തിന് കാരണമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗണേശ കൗശലം എന്ന കഥയിൽ കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടുകൂടി മക്കളുണ്ട്, മുരുകനുമുണ്ട്, ഗണേശനുമുണ്ട്. ഇവർ 4 പേരും ഇരിക്കുന്നു. ഒരു ഉയർന്ന സ്ഥാനത്താണ് മഹാദേവൻ ഒരു കാല ഉയരത്തൊക്കെ വെച്ച് ഇരിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് മഹർഷീശ്വരന്മാരുണ്ട്. അവര് സത്സംഗം നടത്തുകയാണ്. എന്താ സത്സംഗം എന്ന് പറഞ്ഞാൽ ഈശ്വര കഥകൾ അങ്ങനെ പറയാ, കേൾക്കുക. ആ സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ എല്ലാ വേദനകളും മറക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രഭാഷണങ്ങൾക്കൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് സത്സംഗം നടത്തുന്നതിനിടയിൽ നാരദ മഹർഷി കയറി വരിക. നാരായണ നാരായണ. അവിടെ വന്നു വീണാപാണിയായി സച്ചിദാനന്ദം അനുഭവിച്ച് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ നാരദ മഹർഷി കയറി വന്നു. നമസ്തേ ഒക്കെ പറഞ്ഞു. ആര് കയറി വരുമ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒരു കീശൻ തൂക്കിയിട്ടാ വരിക അല്ലേ? നമുക്കൊരു കടം, ഋണബന്ധം ഉണ്ടാക്കാതിരിക്കാനാണ് അത്ര. വിരുന്ന് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ എന്തെങ്കിലും, ഇപ്പോൾ വിളക്കൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടെ വഴിപാട് വെക്കുന്നില്ലേ, അതൊക്കെ ചെയ്യുന്നത്. അതായത് ഇവിടെ വന്നാൽ ഈശ്വരി ഭഗവതിയുടെ അനുഗ്രഹം കിട്ടും, അതിന് പകരമായി ഭണ്ഡാരം ചാർത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രവ്യം സമർപ്പിക്കും. ഇങ്ങനെ നാരദ മഹർഷി കയറി വന്നപ്പോൾ കയ്യിൽ ഒരു പഴം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നാണക്കേടൊന്നും ഇല്ലല്ലോ, വിരുന്നുകാർ വരുമ്പോൾ ഓടി അങ്ങോട്ട് ചെല്ലും. പ്രത്യേകിച്ച് നാരദ മഹർഷി ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് സന്ദർശിക്കുന്ന ആളാ, പരിചയമുണ്ട്. ആ മഹർഷി വരുന്നൂലോ എന്നും പറഞ്ഞ് 2 കുട്ടികളും ഓടിച്ചെന്ന് കയ്യിൽ തൂങ്ങി ആ പഴം വാങ്ങിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബുദ്ധിമാനായ നാരദ മഹർഷി ഒരൊറ്റ പഴം കൊണ്ടാണ് കയറി വന്നത്. ഈ സമയത്ത് എനിക്ക് തരൂ, എനിക്ക് തരൂ, ഗണേശനും പറയുന്നുണ്ട്, മുരുകനും പറയുന്നുണ്ട്. അവസാനം മഹാദേവനോട് ചോദിച്ചു, ഞാനിത് ആർക്കാ കൊടുക്കേണ്ടത്? കാരണം നാരദ മഹർഷിക്ക് ഒന്ന് പരീക്ഷിക്കണം. എന്താ പരീക്ഷിക്കേണ്ടത്? ഈ കുട്ടികളിൽ ആർക്കാണ് കൂടുതൽ ജ്ഞാനശക്തി ഉള്ളത്? ജ്ഞാനത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഇങ്ങനെ 2 കുട്ടികളുടെ മുന്നിൽ മഹാദേവൻ പറയാണ്, ആർക്കാണോ അർഹതയുള്ളത് അവന് ആ പഴം നൽകിക്കോളൂ. അപ്പം എന്ത് ചെയ്തു? നാരദ മഹർഷി പറയാ, ഒരു പണി ചെയ്യാം, ഒരു പന്തയം വയ്ക്കാം. നിങ്ങൾ 2 പേരും ഇപ്പോൾ ഈ നിമിഷം ലോകം ചുറ്റി വരണം. ലോകം മുഴുവൻ ചുറ്റി ആരാണോ ആദ്യം ഇവിടെ വരുന്നത് അവർക്ക് ഞാൻ ഈ പഴം തരും. ആരാണെങ്കിലും എന്ത് ചെയ്യും? അപ്പോൾ ഇച്ഛാശക്തി, ആഗ്രഹമായി എന്താ, എനിക്ക് ഈ പഴം കിട്ടണം. പിന്നെന്ത് ചെയ്യണം? ക്രിയാശക്തി. വേഗം മയിലിൻ്റെ പുറത്തേറി മുരുകൻ ലോകം ചുറ്റാൻ പോയി. മയിൽ പറന്നു പോകൂലോ. പക്ഷേ ഗണേശൻ്റെ വാഹനം ഒരു എലിയ, സാധിക്കില്ല. ഒരു കൊടവയറും വെച്ച് ഉണ്ണി ഗണപതിയപ്പോൾ എന്ത് ചെയ്യാന്നറിയോ? നിന്ന് ആലോചിച്ചു. നമ്മൾ എന്താ ആലോചിക്കുക? ശക്തി കൊണ്ട് ജയിക്കാത്തിടത്ത് ബുദ്ധി കൊണ്ട് ജയിക്കണം, കുട്ടികൾക്കുള്ള പാഠം. ആ സമയത്ത് ഗണേശൻ അങ്ങനെ ചിന്തിക്കാം, എന്തായാലും കാർത്തികേയൻ്റെ ഒപ്പം ഞാൻ എത്തില്ല, മയിലിനെ പോലെ പറക്കാൻ എൻ്റെ വാഹനത്തിനാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ ചിന്തിച്ചപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് കയറി വരിക. അച്ഛാ, ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. സത്സംഗം നടക്കുകയല്ലേ, സത്സംഗ വേദിയിൽ സംശയം ഇഷ്ടം. അപ്പോൾ മഹേശ്വരൻ പറയാ, ആ കുട്ടികളാണ് സംശയം ചോദിക്കേണ്ടത്, നന്നായി മോനെ സംശയം ചോദിക്കൂന്ന്. അങ്ങനെ സംശയം ചോദിച്ചു. എന്താ ചോദിക്കുന്നതെന്നറിയോ? ഈ ലോകത്തിൻ്റെ മാതാവും പിതാവും ഉമാമഹേശ്വരന്മാരല്ലേ അച്ഛാ?
അതെ, ശരിയാണ് മോനെ എന്ന് പറഞ്ഞു. ആ സമയത്ത് വീണ്ടും ചോദിക്കാം, അമ്മ ശ്രീപാർവതി എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിക്ക് തുല്യല്ലേ അച്ഛാ? അതെ, ശരിയാണല്ലോ. ഈ സമയത്ത് വീണ്ടും പറയാണ്, ശിവചൈതന്യം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതല്ലേ അച്ഛാ? അതേ മോനെ. അങ്ങനെ 3 ചോദ്യത്തിനും ഉത്തരം അതെ അതെ എന്ന് പറഞ്ഞു. ആ സമയം ഗണേശൻ വേഗം 3 തവണ അച്ഛനെ അമ്മയെ അങ്ങോട്ട് പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് ഒരൊറ്റ നമസ്കരിച്ചിട്ട് പറയാണ്, ശിവപാർവതിമാർ ഈ 3 ലോകങ്ങൾക്കും നാഥനായി നിൽക്കുമ്പോൾ, ശിവചൈതന്യം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുമ്പോൾ, ഭൂമി ദേവിയാണ് അമ്മ ശ്രീപാർവതി എന്ന് പറയുമ്പോൾ, ഞാൻ ഈ വലം വെച്ചത് ഭൂമിയെ തന്നെയല്ലേ? ആ പഴം ഇങ്ങോട്ട് തരൂ. മഹാദേവന് അന്തം വിട്ടു. ഈ പഴവും കയ്യിൽ വെച്ച് അങ്ങനെ ഇരിക്കുക. ഉരുണ്ട് മറിഞ്ഞു കയറി ആ പഴം എടുത്ത് ഗണേശൻ ശാപ്പിട്ടു. ആ സമയത്താണ് ആര് വരുന്നത്? 3 തവണ വലം വെച്ചു. ആര്? മുരുകൻ. ആ മയിൽപ്പുറത്ത് ഇറങ്ങി അവിടെ വന്നു. മയിലേറിപ്പോയ മുരുകൻ അവിടെ വന്ന് ഇറങ്ങി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പഴം കാണുന്നില്ല. ഉണ്ണി ഗണപതി കഴിച്ചു കഴിയാറായിരിക്കണു. അപ്പോ മഹാദേവൻ പറയാ, ഹേ കാർത്തികേയ, നിന്റെ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും പ്രശംസനീയം തന്നെ, പക്ഷേ നിന്റെ ജ്ഞാനശക്തി പോരാട്ടോ. എന്താച്ചാ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ, നിനക്ക് ആഗ്രഹം ഉണ്ട് ആ പഴം കിട്ടാൻ, നിനക്ക് ഇച്ഛാശക്തി ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ ക്രിയാശക്തി പെട്ടെന്ന് തന്നെ പറന്നു പോയി വന്നു. പക്ഷേ ജ്ഞാനം, അറിവ്, ഈ ലോകത്തിനു മുഴുവൻ മാതാപിതാക്കളായി നിലകൊള്ളുന്നത് ആരാ? ഉമാമഹേശ്വരന്മാരല്ലേ? സ്വന്തം അച്ഛനും അമ്മയും എത്രത്തോളം ഉയരങ്ങളിലാ എന്നുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ ആ നിമിഷം നീ ചിന്തിച്ചില്ലാലോ. അതുകൊണ്ട് പഴം ആർക്ക് കൊടുത്തു? ഉണ്ണി ഗണപതിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ കഥയിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഗണേശ കൗശലം എന്ന കഥയാണെങ്കിലും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒരുപോലെ എന്ന് ചിന്തിക്കാതെ ഏറ്റവും ആദ്യം വേണ്ടത് ജ്ഞാനശക്തി, അറിവാണ് ഈശ്വരൻ, അറിവാണ് ഭക്തി എന്ന് പറയണം, എന്ന് ചിന്തിക്കണം. അതാണ് ആദ്യം പറഞ്ഞത്. ജ്ഞാനം സാക്ഷാൽ മോക്ഷസ്യ കാരണം. അറിവാണ് യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തികൾക്കും മോക്ഷത്തിന് കാരണമാകുന്നത്. ഇനി സ്വന്തം ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാം ജനിച്ച് വളർന്ന് ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞു. ഓരോ വ്യക്തികളും ചിലർ 50 കഴിഞ്ഞവരുണ്ടാവും, ചിലർ 20 കഴിഞ്ഞവരാവും, കൊച്ചുകുട്ടികളുണ്ട്, 35-നും 40-നും ഇടയിലൊക്കെ ഉള്ളവരുണ്ട് അല്ലേ? ഇത്രയും കാലം ജീവിച്ചു. അറിവ് അല്ലെങ്കിൽ ഈശ്വരീയമായ അറിവ് നേടാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ഭഗവാന്റെ ഇത്തിരി കാരുണ്യം, കൃപ കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഒരു സത്സംഗവേദി നിങ്ങളുടെ മുന്നിൽ വരിക. വർഷത്തിലൊരിക്കലേ ഉള്ളൂല്ലേ? കഴിഞ്ഞ വർഷം നവരാത്രി കാലഘട്ടത്തിൽ ഇവിടെ ഇരുന്നൊരു പ്രഭാഷണം ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പിന്നെ നിങ്ങൾക്കൊരു പ്രഭാഷണം കിട്ടുന്നത്. ഈ നാരായണീയംകാരൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നാരായണീയം ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ അത് വെറും അധര വ്യായാമം ആവരുത്. ഓരോ ശ്ലോകങ്ങളിലെയും പദാനുപദ അർത്ഥം, അതിൻ്റെ വ്യാഖ്യാനം ചിന്തിക്കണം. എങ്കിലേ നമുക്ക് അത് വായിച്ചതിൻ്റെ ഫലം കിട്ടും. ഇനി ഒരു വേദമന്ത്രം ആണെങ്കിലും ഇപ്പോൾ ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം ഒക്കെ വഴിപാട് ചെയ്യുന്നില്ലേ? ഈ സൂക്തങ്ങളിലൊക്കെ എന്താണ് പറയുന്നത് എന്ന് അർത്ഥസഹിതം മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിലും വലിയ ഒരു വഴിപാടില്ല എന്നാ പറയുന്നത്. ഇനി ജ്ഞാനം, അറിവ്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലോ. അറിവ് നേടണം. അറിവ് നേടാൻ എന്ത് ചെയ്യണം? ചെറുപ്പം മുതൽ നമ്മൾ അക്കാദമിക്ക് കൊടുക്കും നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക്. പിന്നെ എങ്ങനെയാ അത് നേടുക? അത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം കിടക്കുന്നത് വരെ ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം ആത്മീയമായ ഉണർവ്, ഉയർച്ച ഉണ്ടാവാൻ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ? പണ്ട് ഭഗവാൻ സൃഷ്ടി നടത്തുക. ഭഗവാൻ ഈ സൃഷ്ടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, പലതരം ക്രിയേച്ചേഴ്സ്. അവസാനം തൃപ്തി വരുന്നില്ല. പട്ടി, പൂച്ച, നായ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു. ഇനി എന്ത് ചെയ്യണം? മനസ്സിനൊരു സുഖമില്ല സൃഷ്ടി നടത്തിയിട്ട്. അവസാനം ഭഗവാന്റെ രൂപത്തിൽ തന്നെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു കളിമണ്ണ് കൊണ്ട്. കളിമണ്ണ് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരം. ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് ആദ്യം ഇങ്ങനെ ഓരോ ജീവികൾക്ക് ആയുസ് കൊടുത്തു പോയി. ആയുസ് കൊടുത്തപ്പോ അവസാനം നിൽക്കുന്ന ഈ മനുഷ്യന്റെ അടുത്ത് എത്തിയപ്പോൾ അവന് കൊടുക്കാൻ ആയുസ് ഇല്ല.
അപ്പൊ വീണ്ടും ഒന്നും കൂടി തട്ടിക്കഴിച്ച് എന്ത് ചെയ്തു? എല്ലാ ജീവികൾക്കും കൊടുത്ത പോലെ ഈ മനുഷ്യനും ഒരു 30 വർഷം കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം കേട്ടോ. ആദ്യം കഴുതയ്ക്കാണ് ആയുസ് കൊടുക്കുന്നത്. കഴുതയ്ക്ക് ആയുസ് കൊടുത്തപ്പോ കഴുതേനോട് ചോദിക്കുകയാണ്, നിനക്ക് എത്ര കാലം ജീവിക്കണം? അപ്പോൾ കഴുത തിരിച്ചു ചോദിച്ചു, എനിക്ക് എന്തൊക്കെയാണ് ഭൂമിയിൽ പോയി കഴിഞ്ഞ ജോലി? കഴുതയുടെ ജോലി എന്താ? ശബരിമലയ്ക്കാണ് പോണവരോട് ചോദിച്ചാൽ മതി അല്ലേ. കഴുത എന്താ ചെയ്യുക? ഒരുപാട് എന്തൊക്കെ മുകളിൽ കയറ്റി വെച്ച് കൊടുത്തുവോ അതും ആ വിഴുപ്പും ചുമന്ന് അങ്ങനെ പോവും. എവിടെ കൊണ്ടുപോകണോ അവിടെ ഇറക്കും. ഈ വീട്ടുകാരുടെ ഉന്തും തള്ളും തൊഴിയല്ലാതെ അതിന് കൂടുതലൊന്നും കിട്ടുന്നില്ല. ഇതാണോ ജോലി? മറ്റുള്ളവരുടെ വിഴുപ്പ് ചുമക്കലാണ് ജോലി. അതുകൊണ്ട് തന്നെ നിന്റെ പേരെന്താ? കഴുത അല്ലെ. ചിലർ കുട്ടികളൊക്കെ കഴുതയെന്ന് വിളിക്കും. ഒരിക്കലും വിളിക്കരുത് അത്ര. അങ്ങനെ ചില വീട്ടിൽ ചെന്നാൽ കാണാം അശ്രീകരം എന്നൊക്കെ പറയുന്നു. ശ്രീ മാത്രമേ നമ്മുടെ കുട്ടിക്കുള്ളൂ, അശ്രീ ഇല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വിളിക്കരുത്. ഇവിടെ കഴുത പറയാണ്, അയ്യോ ഇതാണോ എൻ്റെ ജോലി? എങ്കിലേ എനിക്ക് ചെറിയൊരു ശരീരമാണ്. ഈ കുളമ്പുകളൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ തേഞ്ഞിട്ട് ഇവർ പറയുന്നത് പോലെ എനിക്ക് നടന്നെത്താൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് 30 വർഷത്തെ ആയുസ്സൊന്നും വേണ്ട ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പൊ ദയ തോന്നിയത്രേ ഭഗവാന്. ശരി, എങ്കിൽ എന്ത് ചെയ്യാം, ഒരു 18 വർഷം കുറച്ച് തരാം, അത്ര ജീവിച്ചാൽ മതി, നീ ബുദ്ധിമുട്ടണ്ട, അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് നായ വന്നു. നായയോട് ചോദിച്ചു, നിനക്ക് എത്ര കാലം ഭൂമിയിൽ ജീവിക്കണം? അപ്പോൾ നായ ചോദിച്ചു, എനിക്ക് എന്താ ഭഗവാനെ ഭൂമിയിൽ ജോലി? നായയുടെ ജോലി എന്താ? വീട് കാവല. വീട് കാവൽ മാത്രമല്ല, മറ്റുള്ളവരെ കടിക്കണം എന്നുള്ളതാണ് മറ്റൊരു ജോലി. മറ്റുള്ള നായകളൊക്കെ വരുമ്പോൾ കടിക്കണം. ഇതൊക്കെയാണ് ജോലി. ഓരോ ജീവജാലങ്ങളെ കാണുമ്പോൾ സ്പീഡിൽ ഓടണം, അവരെ ഓടിക്കണം. ഇതൊക്കെയാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞു. ആ സമയത്ത് നായ പറഞ്ഞു, ഈ 30 വർഷമൊന്നും എനിക്ക് സാധിക്കില്ല. കാരണം എൻ്റെ കാലുകൾ ആ കഴുതയേക്കാൾ ചെറിയ കാലുകളാണ്. എനിക്കിങ്ങനെ ഓടാനൊന്നും കുറേ വയസ്സാകുമ്പോൾ സാധിക്കില്ല. കുറച്ച് കാലം കഴിഞ്ഞ് എൻ്റെ പല്ലിൻ്റെയൊക്കെ മൂർച്ച പോവും. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കാതെ ആവും. അപ്പം ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല അത്രയൊന്നും കാലം. അതുകൊണ്ട് ഈ 30 വർഷത്തെ ആയുസ്സൊന്നും എനിക്ക് വേണ്ട ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നല്ല സിമ്പതി തോന്നിയിത്രേ. പാവം വയ്യാഞ്ഞിട്ടല്ലേ ഭഗവാൻ 10 വർഷം അല്ല 12 വർഷം കൊണ്ട് കുറച്ചു കൊടുത്തു. 12 വർഷം അതിന് പിറകിലേക്ക് എടുത്തു. ബാക്കി നീ ജീവിച്ചോ, മറ്റുള്ളവരുടെ കാവൽ നായായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞു. ശരി, അത് സമ്മതിച്ചു. ഇനി അത് കഴിഞ്ഞ് മൂന്നാമതാർക്ക് ആയുസ് കൊടുത്തേന്നറിയോ? കൊരങ്ങനാ. കുരങ്ങൻ്റെ ജോലി എന്താ? കുരങ്ങൻ്റെ ജോലി എന്താന്ന് കുരങ്ങൻ അങ്ങോട്ട് ചോദിക്കുക, നിനക്ക് എത്ര കാലം ആയുസ് വേണം? ഒരു 30 വർഷം തരട്ടെ? ചോദിച്ചപ്പോൾ സന്തോഷമല്ലേ, സമ്മതമാണോ എന്ന് ഭഗവാൻ ചോദിക്കുക. അപ്പൊ പറയാണ്, അയ്യോ ഭഗവാനെ, എനിക്ക് എന്താ ജോലി? കാര്യമായിട്ട് എനിക്കൊരു ജോലി ഇല്ലാലോ. ഇല്ല, പക്ഷേ ചിലരെല്ലാം നിന്നെ പിടിച്ചു കൊണ്ടുപോയി കുട്ടിക്കരണം അറിയിക്കും, സർക്കസ് കാണിക്കും. അപ്പോൾ മറ്റുള്ളവരെ ചിരിപ്പിക്കലാണ് നിന്റെ ജോലി. അതെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് 30 വർഷമൊന്നും വേണ്ട. കാരണം എന്താ? മറ്റുള്ളവർ എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ എനിക്ക് ഭക്ഷിക്കാൻ കഴിയൂ. ഈ കുട്ടിക്കരണം അറിയാനൊന്നും വയസ്സായ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്നൊരു 10 വർഷം അങ്ങോട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കിട്ടിയ ആയുസ്സും ഒരു 30 വർഷത്തെ ആയുസ് എല്ലാവർക്കും കൊടുത്ത പോലെ ഉണ്ട് ഭഗവാന്റെ കയ്യിൽ. ഈ മനുഷ്യന്റെ മുന്നിൽ വന്നു. മനുഷ്യനോട് ആയുസ് കൊടുത്തിട്ട് ചോദിച്ചു, നീ ഇതിൽ തൃപ്തനാണോ? 30 വർഷത്തെ ആയുസ് നിനക്ക് വേണോന്നാ ചോദിച്ചു. കാരണം ജീവജാലങ്ങളൊക്കെ എനിക്ക് ഇത്രയൊന്നും ജീവിക്കേണ്ടെന്നാ പറഞ്ഞ്. പക്ഷേ ആക്രാന്തം മൂത്ത മനുഷ്യൻ എന്താ പറഞ്ഞേന്നോ? ഭഗവാനെ, ഈ 30 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊരു ചെറിയ പീരീഡ് അല്ലേ, ചെറിയ കാലഘട്ടം അല്ലേ. എനിക്ക് ഭൂമിയിൽ വന്ന് ആസ്വദിച്ച് ജീവിക്കണം. മാത്രമല്ല ഞങ്ങൾ തന്നെ വേണ്ടേ കൃഷി ചെയ്യാൻ. അപ്പോൾ ഒരു തെങ്ങ് കുഴിച്ചിട്ടു, അങ്ങോട്ട് ചെടി നട്ടു, ഒരു മരം നട്ടു, എന്താ ഉണ്ടാവണേ? ഒരുപാട് വർഷം കഴിയും അതിൻ്റെ വിളവെടുക്കാൻ. അപ്പം എനിക്ക് ഞാൻ നട്ട ചെടികളുടെ വിളവെടുക്കാനാവില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആയുസ് തരണം. അപ്പോൾ 30 വർഷം നമ്മുടെ എല്ലാവരുടെയും ശരീരം നോക്കൂ. 30 വർഷം നല്ല യൗവനായിട്ട് തുടിച്ച് പല്ലൊന്നും കൊഴിയാതെ സുന്ദരനായിരിക്കും. അങ്ങനെ നല്ല പ്രായത്തിലേ മരിച്ചു പോവായിരുന്നു. പക്ഷേ എനിക്ക് ഇനിയും ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ കയ്യിൽ എത്ര ആയുസ്സുണ്ട്?
ആദ്യം കഴുത കൊടുത്ത ഒരു 18 വർഷം അത് കൊടുത്തു. അപ്പൊ പറഞ്ഞു അയ്യോ ഇതൊന്നും പോരാ, ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ, 48, ഒന്നും ആയില്ല. അപ്പൊ വീണ്ടും നായയുടെ 12 വർഷം അതും കൊടുത്തു. അപ്പോഴും പറഞ്ഞു ഇതുകൊണ്ടൊക്കെ എന്താവാനാ, എനിക്കെൻ്റെ കുട്ടികളെയും പേരക്കുട്ടികളെയും മക്കളെയും മരുമക്കളെയും ഇവരെയൊക്കെ കാണണ്ടേ, അപ്പൊ ഒരുപാട് കാലം ജീവിക്കണ്ടേ ഭഗവാനെ, എനിക്ക് ഇനി ആയുസ് വേണം. അപ്പൊ വീണ്ടും പിന്നെ എന്താണ്, ഒരു 10 വർഷം കൂടി ഉണ്ട് കുരങ്ങൻ കൊടുത്തത്, അതും കൊടുത്തു. ഇപ്പൊ മനുഷ്യന്റെ ലൈഫ് സ്പാൻ എത്രയാ, ഇപ്പൊ ഏകദേശം ഒരു 70 വയസ്സ് വരെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഈ 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ ഈ മൃഗങ്ങളുടെ പോലെയാന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനാണോ, സ്വന്തം ജീവിതത്തിൽ ഇത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ആലോചിച്ച് നോക്കൂ, 30 വർഷം നമ്മൾ പല്ലൊന്നും കൊഴിയാതെ നല്ല സുന്ദരന്മാരായിട്ട് ആരോഗ്യപ്രദമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 30 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് അല്ലേ എന്ത് ചെയ്യും, വീട്ടുകാരൊരു 30 ആകുമ്പോൾ ആണുങ്ങളെയൊക്കെ പിടിച്ചിട്ട് കല്യാണമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടാവും. ഒരു 4-5 വർഷമൊക്കെ 25 വയസ്സിലൊക്കെ കെട്ടുന്നവർ ജീവിക്കും നന്നായിട്ട്. അത് കഴിയുമ്പോഴേക്കും ഒരു കുട്ടിയൊക്കെ ആയി, അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാതെ ഈ പ്രാരാബ്ദം തലയിൽ കയറി എന്താ ചെയ്യുന്നത്, അപ്പോൾ ഈ ആയുസ് കൊടുത്ത് 30-ന് ശേഷം 18 വർഷം, അതായത് കഴുത ആയുസ് കൊടുത്ത് വീട്ടിലേക്ക് 30 വയസ്സ് കഴിഞ്ഞ വ്യക്തി വൈകുന്നേരം കയറി വരുന്നത് എങ്ങനെ ചിന്തിച്ചു നോക്കൂ. പുറത്തല്ല കഴുതയെ പോലെന്നേ ഉള്ളൂ, ആ കയ്യിലൊരു കീശ, ഈ കയ്യിലൊരു സഞ്ചിയില്. ആയുസ് കൊടുത്തേ, കഴുതയുടെ ആ ഒരു ജീവിതം തന്നെയാ. ഇനിയിപ്പോ കഴുത പറഞ്ഞില്ലേ, ഞാന് എല്ലാവർക്കും വേണ്ടി ഇപ്പൊ ചോളം ചുമന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കൊരു ബ്രെഡ് അവര് തരില്ല, എല്ലാ ബ്രെഡും ആരാ ഉണ്ടാക്കുക, മനുഷ്യനുണ്ടാക്കും, അവൻ തന്നെ കഴിക്കും. ഇതന്നെയാ സംഭവിക്കുക. എന്നിട്ട് എനിക്ക് തൊഴിയും ചീത്തയും മാത്രം കിട്ടും. ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, അവരാണല്ലോ ഇപ്പൊ ഇത് കൊണ്ടുവരുന്നുണ്ടാവുക, അല്ലെങ്കിൽ മകൻ വീട്ടിൽ ഇതൊക്കെ കൊണ്ടുവന്നാലും പിന്നെ എന്തുകൊണ്ടാ ഉത്തരം കൊടുക്കുക, കൊണ്ടുവന്നത് മുഴുവൻ അയാൾ ഭക്ഷിക്കുന്നുണ്ടോ, ഇല്ല. അയാൾക്ക് ഒരു ശകലേ ഭക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അവർക്ക് ഓടിപ്പാഞ്ഞ് പണിയെടുക്കണം, വയറ് നിറച്ചവർ കഴിക്കില്ല, 4-1 നിറയാവൂ എന്ന് പറഞ്ഞിട്ട്. മറ്റൊന്ന്, കൊണ്ടുവന്ന് കൊടുത്തത് പോരാ, നന്നായില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ മാത്രമാണ് കിട്ടുക. ആരുടെ ആയുസ, കഴുതയുടെ ആയുസ. കഴുതയെ പോലെ ഞെരങ്ങി നീങ്ങി പരാതികളും പരിഭവങ്ങളും കേട്ട് അങ്ങനെ ജീവിക്കേണ്ട ഒരവസ്ഥയാണ് മനുഷ്യന്റെ ആ സമയം എന്ന് പറയുന്നത്, ആ കാലഘട്ടം. ഇനി അതും കഴിഞ്ഞ് വീണ്ടും ആരാ, ഒരു 50 ആവുമ്പോൾ 56 റിട്ടയർമെന്റ് ആയി കഴിയുമ്പോഴേക്കും മക്കളും മരുമക്കളും കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. ഈ പേരക്കുട്ടികളെ നോക്കണ പരിപാടി ആർക്കാ, അച്ഛനായിരിക്കും. റിട്ടയർ ആയ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് എന്താ ചെയ്യാ, അമ്മേ നോക്കിക്കോളൂ കേട്ടോ, ഞാൻ ജോലിക്ക് പോവാ, മരുവോളം ഇറങ്ങിപ്പോവും. ആ സമയത്ത് വീട് കാവല. വീട്ടില് നായക്ക് എന്താ പണി, നായ കൊടുത്ത ആയുസല്ലേ, വീടും കാത്ത് അങ്ങനെ ഇരിക്കണം. എന്താ, പല്ലൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോഴേക്ക് നേരാവണ്ണം കടിക്കാൻ വയ്യ. നായ എന്താ പറഞ്ഞേ, എനിക്ക് മറ്റുള്ളവരെ കടിക്കാൻ പല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്ക് പല്ലൊക്കെ കുറച്ച് പോവും. ഇപ്പൊ പിന്നെ ഫിറ്റ് ചെയ്യണ പല്ലൊക്കെ വന്നു. ചിലർ ഫിറ്റ് ചെയ്താലും അത് ഊരി വെക്കും വേദനയാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ കാലുകൊണ്ട് നായ പറഞ്ഞതുപോലെ നേരാവണ്ണമൊന്നും നടക്കാൻ വയ്യ, പ്രാഞ്ചിയൊക്കെ നടക്കാൻ തുടങ്ങും. ഇനി അവസാനം കുരങ്ങൻ്റെ ആയുസ. കുരങ്ങൻ ആയുസ് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്, ഇത്രയും കാലമൊന്നും കഴിയുമ്പോൾ എനിക്ക് കുട്ടിക്കരണം അറിയാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ആവില്ല, കുട്ടികളെ പോലെ ആയി മാറും. പല്ലൊക്കെ കൊഴിഞ്ഞ്, മുത്തശ്ശി കണ്ടിട്ടില്ലേ, മറ്റുള്ളവരാരും അവരെ പരിഗണിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരും വയസ്സായി കഴിയുമ്പോൾ. ഏതെങ്കിലും മുക്കില് പ്രാഞ്ചി ഒരു മുത്തശ്ശൻ കുരങ്ങനെ പോലെ അവിടെ അങ്ങനെ ഇരിക്കും. കാരണം അപ്പോഴേക്ക് ചന്തൊക്കെ ഇല്ലാതെ ഈ തൊലിയൊക്കെ ചുളിഞ്ഞ് ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥ വരും. ഇനി അവസാനത്തെ ആയുസ് ആരാ കൊടുത്തേന്നോ, ഈ 70-ന് ശേഷം ജീവിക്കുന്നവരെ മൂങ്ങ ആയുസ് കൊടുത്തേത്ര. മൂങ്ങ എന്താ ചെയ്യാ, ഒന്നും വേണ്ടില്ല, ഇങ്ങനെ മൂളല്ലേ ചെയ്യാ. രാത്രി മൂങ്ങ മുള്ളത് കേൾക്കാം. മുത്തശ്ശ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടു, കഴിച്ചോളൂ കേട്ടോ, ചുടുവെള്ളം ഉണ്ട് കുളിച്ചോളൂ കേട്ടോ. ഇതാണ് അവസാന കാലഘട്ടത്തെ ജീവിതം. ഇനി മനുഷ്യൻ ഇത്രയൊക്കെ ആയുസ് കിട്ടിയിട്ട് സംതൃപ്തനാണോ? അന്ന് ചോദിച്ചു, തരൂ എന്ന് ചോദിച്ചു വാങ്ങി. പക്ഷെ സംതൃപ്തനല്ലാത്തത് എന്തുകൊണ്ടാ? മനുഷ്യന് ആത്മീയമായ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. പലർക്കും കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള വേദികളിലേക്ക് കയറി വരുന്നുണ്ട്. ആദ്യം പറഞ്ഞിടത്തേക്ക് പോകാം. നമുക്ക് ജന്മം കിട്ടിയത് വെറുതെ ഉണ്ട് ഉറങ്ങി ജീവിക്കാനല്ല. എന്താ,
ജ്ഞാനം, അറിവ് നേടി മനുഷ്യന്റെ മനസ്സിനെ ദീപ്തമാക്കി ഉജ്ജ്വലിപ്പിച്ച് മോക്ഷം നേടണം. അതായത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാനുഭൂതി അനുഭവിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. ഉമി ആവാതെ നെല്ലായി മാറണം ജീവിതത്തിൽ. എന്താ ഉമിയുടെ പ്രത്യേകത? അതിന് വല്ല വിലയുണ്ടോ? പക്ഷെ നെല്ലാകുമ്പോൾ ഉമിക്ക് നല്ല വിലയില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ല വില. പക്ഷെ ഈ ശരീരം ശവം ആയി മാറുന്ന സമയത്ത് വല്ല വിലയുണ്ടോ? പേര് പോലും ഇല്ല. ബോഡി വന്നോന്നാ പിന്നെ ചോദിക്കുക അല്ലേ? ആംബുലൻസ് വരുമ്പോൾ നമ്മളുടെ പേര് പോലും മരണത്തോടെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഉമി ആവാതെ നെല്ലായി ജീവിക്കുക. ശവത്തെ പോലെ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാതെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാനുഭൂതി അനുഭവിക്കാൻ ആ ഭഗവതിയുടെ മുന്നിലൊക്കെ തൊഴുതിങ്ങനെ നിൽക്കുമ്പോൾ ആ ദീപാരാധന സമയത്ത് ഒരൊറ്റ കീർത്തനം ചൊല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്ത് സുഖ. അമ്മേ മഹാമായേ ആദി പരാശക്തി ദേവി ദയാമയേ വിജ്ഞാനദായിനി. ഇങ്ങനെ ആത്മീയമായി ഉയരാൻ ശ്രീ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണം ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ നാരായണ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സമസ്തലോകാ സുഖിനോ ഭവന്തു.